നാളെ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. അതിനു മുന്നോടിയായി ഇന്ന് കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ അതിനാടകീയമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യ സഖ്യം എംപിമാർ ഞെട്ടുന്ന കാഴ്ച കണ്ട് യോഗത്തിൽ നിന്ന് വോക്കൌട്ട് ചെയ്തു. തൃണമൂൽ കോൺഗ്രസിലെ റിബൽ നേതാക്കൾക്ക് യോഗത്തിൽ സ്ഥാനം നൽകിയതാണ് പ്രതിപക്ഷത്തെ ഒന്നാകെ ചൊടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഇന്ത്യ സഖ്യം നേതാക്കൾ പ്രതിഷേധ സൂചകമായി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് തിരികെ വന്ന് യോഗത്തിൽ പങ്കെടുക്കുകയാണുണ്ടായത്. ഇറങ്ങിപ്പോക്ക് പ്രതീകാത്മകമായിരുന്നുവെന്ന് നേതാക്കൾ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. വിമത നേതാക്കളെ ക്ഷണിച്ചത് തെറ്റായ കീഴ്വഴക്കമാണെന്നും ഇത് പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താനുള്ള നീക്കമാണെന്നുമുള്ള ആരോപണമാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ഉന്നയിച്ചത്. പ്രതിപക്ഷ പാർട്ടികളുടെ സഭാ നേതാക്കളാണ് യോഗത്തിനെത്തിയത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച 20 എംപിമാർ നാഷണലിസ്റ്റ് കോൺഗ്രസ് ഓഫ് പ്രോഗ്രസീവ് ഇന്ത്യ എന്ന പാർട്ടിയിൽ ലയിച്ചിരുന്നു. ഇവരുടെ പ്രതിനിധികൾക്ക് സർവകക്ഷി യോഗത്തിൽ പ്രത്യേക ഇരിപ്പിടം ഒരുക്കുകയും ചെയ്തു. എന്നാൽ ഈ കക്ഷികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ സഖ്യം പ്രതിഷേധമുയർത്തിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് മഹുവ മൊയ്ത്ര MP ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ DMK, സമാജ്വാദി പാർട്ടി, JMM, AAP, നാഷണൽ കോൺഫറൻസ്, ഇടതു പാർട്ടികൾ എന്നീ കക്ഷികളുടെ പ്രതിനിധികളെല്ലാം യോഗത്തിൽ നിന്ന് തുടക്കത്തിൽ തന്നെ ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തെ ഈ ഐക്യം BJPക്ക് മുന്നറിയിപ്പാണ്. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിവാദമായ FCRA ബിൽ ഉൾപ്പെടെ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. എന്നാൽ ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള ബില്ലുകൾ ഉടൻ അവതരിപ്പിക്കേണ്ടെന്നാണ് തീരുമാനം. കാരണം പ്രതിപക്ഷത്തെ പല പാർട്ടികളെയും പിളർത്തിയെങ്കിലും 2/3 ഭൂരിപക്ഷം പാർലമെന്റിൽ ഇനിയും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP തലസ്ഥാനത്ത് സമരത്തിലാണ്. 20 ദിവസത്തോളം നിരാഹാരമിരുന്ന ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ സമ്മേളനം തുടങ്ങാനിരിക്കെ ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. നാളെ CJP പാർലമെന്റിലേക്ക് ബഹുജന മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. എന്തായാലും മൺസൂൺ സമ്മേളനത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യം ഉറപ്പാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അയോധ്യയ്ക്കുള്ള വിലക്കയറ്റം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJP തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം ഐക്യത്തോടെ നിൽക്കാൻ കഴിയുമെന്നതാകും ഈ സമ്മേളനത്തിൽ രാജ്യം ഉറ്റുനോക്കുന്നത്.